പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭായോഗ മധ്യേ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ചാരത്തും ദൂരത്തുമായി യൂട്യൂബിലൂടെയൊക്കെ ഞങ്ങളെ കേൾക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് സഭായോഗ മധ്യേ നമ്മൾ വായിച്ച തിരുവചന ഭാഗം 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇന്നത്തെ മെസ്സേജിന് ഒരു തലക്കെട്ട് കൊടുക്കുമ്പോൾ അന്ത്യകാല ബുദ്ധി ഉപദേശം എന്ന് നമുക്ക് ഈ സന്ദേശത്തെ പറയാവുന്നതാണ്. അന്ത്യകാലത്ത് കൊടുക്കേണ്ട ഒരു ബുദ്ധി ഉപദേശം. നമുക്കറിയാം, അന്ത്യകാലം അടുക്കുമ്പോൾ ഈ സുവിശേഷം തിരസ്കരിക്കപ്പെടുന്നൊരു കാഴ്ചയാണ് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുന്നത്. അല്ലാതെ മറ്റുള്ള സഭകളിൽ പറയുന്നത് പോലെ വലിയൊരു ഉണർവല്ല ഉണ്ടാകുന്നത്. വിശ്വാസം ത്യജിച്ചും ദൈവം നൽകപ്പെട്ട നിർമ്മലമായ ആ സുവിശേഷത്തിൽ നിന്നും പുറത്തു കടക്കുന്നൊരു സംവിധാനമായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക എന്നുള്ളത് വചനത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തന്നെയുമല്ല, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകളെയും നിലവുകളെയും ക്രിസ്തുവിൻ്റെ ഏകാഗ്രതയിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുകയാണ്. കാരണം നിർമ്മലമായ ഒരു ഉപദേശം നമുക്ക് തന്നിരിക്കുകയാണ്. ആ നിർമ്മലമായ ഉപദേശത്തിൽ നിൽക്കാതെ സർപ്പം ആ ഏദൻ തോട്ടത്തിൽ ആദത്തെയും ഹവ്വയെയും ചതിച്ച് അവരെ കുടുക്കിലാക്കി ആ ദൈവം കൊടുത്തിരിക്കുന്ന നിർമ്മലതയിൽ നിന്നും വിട്ടുപോയതുപോലെ ഒരിക്കലും നിങ്ങൾ വിട്ടുപോകാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്. തന്നെയുമല്ല, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം അന്ത്യകാല ബുദ്ധി ഉപദേശം. നമുക്കതിൻ്റെ പ്രാരംഭവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തോടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നിർത്തി വായിക്കാം. ഇവിടെ പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. അങ്ങ് മരുഭൂമിയിൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജനം ദൈവത്തിന്റെ സംരക്ഷണയിൽ ആ മേഘത്തണലിൽ നടന്ന ചരിത്രം പൗലോസ് ഓർപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവർ സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അപ്പോൾ അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അടുത്ത വാക്യം വായിക്കാം. ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും രക്ഷിക്കപ്പെട്ട് ആ ചെങ്കടലിൽ വിഭജിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ പറയുകയാണ്, അവരെല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു, ഒരേ ആത്മീക ആഹാരം കഴിച്ചു. വളരെ ശ്രദ്ധിക്കണം. ദൈവം ഈ ജനത്തെ 6 ലക്ഷം പുരുഷന്മാരും അതോടനുബന്ധിച്ചുള്ള ഒരു വലിയ സമൂഹം, ഏകദേശം 25-30 ലക്ഷം പേര് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ദൈവം അവരെ സംരക്ഷിച്ചത് ഒരേ വിധമാണ്. ആരോടും ദൈവം ഒരു മുഖപക്ഷവും കാണിച്ചില്ല. എല്ലാവരെയും കൃത്യമായി കർത്താവ് പെസഹ അറുത്ത് അതിൽ നിന്നും വിടിവിച്ച് അവരെ നടത്തി മേഘത്തണലിലാക്കി അവരെ സ്നാനപ്പെടുത്തി അവർ മോശയോട് ചേർത്ത് അവരെ മുന്നോട്ട് നയിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഒരേ ആത്മീക ആഹാരമാണ് അവർ കഴിച്ചത്, ഒരേ ആത്മീക പാനീയമാണ് അവർ കുടിച്ചത്. എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ദൈവം ഇടപെട്ടത് ഒരേ അളവിലായിരുന്നു. താഴേക്ക് വായിക്കാം. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന കാര്യം കേട്ടോ. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഒരേപോലെ കൊണ്ടുവന്ന ജനം, ഒരേപോലെയുള്ള ആത്മീക ഉപദേശം കൊടുത്ത് ആത്മീകമായ അന്തരീക്ഷത്തിൽ നടത്തിയ ജനം അല്ലെ, എല്ലാവർക്കും വേണ്ടിയല്ലേ 10 കൽപ്പനയും 600 ചില്ലുവാനും കൽപ്പനകളും കൊടുത്ത്, അല്ലെങ്കിൽ ഒരേപോലെ ദൈവത്തിന്റെ അരുളപ്പാടുകളെ കൊടുത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ട് ഇതെല്ലാം കൃത്യമായി എല്ലാവർക്കും ഒരേപോലെ ഗ്രഹിക്കുവാനും ഒരേപോലെ ലഭിക്കുവാനും തക്കവണ്ണമുള്ള ഒരേ അനുഗ്രഹത്തിലേക്കാണ് ദൈവം വരെ പിടിച്ചു കൊണ്ടുവന്നത് അല്ലെ. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞത്. പ്രത്യേകമായി ചിലർക്ക് തരുമെന്നല്ല പറഞ്ഞത്. എല്ലാവരെയും പിടിച്ചുകൊണ്ട് വരുമ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള ഉപദേശമാണ് കൊടുത്തത്. എല്ലാവരും ഒരേ ആത്മീക പാനം കുടിച്ചു, ആത്മീക ഭക്ഷണം കഴിച്ചു. അങ്ങനെ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഒരേപോലെ എല്ലാ കാതുകളിലും മുഴങ്ങിക്കേട്ട ജനമാണ് മുന്നോട്ട് വന്നത്. തൊട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എങ്കിലും മിക്ക പേരിലും ദൈവം എന്ത് ചെയ്തില്ല? ദൈവം പ്രസാദിച്ചില്ല. അതെന്താ കാരണം?
ദൈവം ചെയ്യാനുള്ള കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു. അത് ഏറ്റെടുക്കാൻ മനസ്സുള്ളവർ ഏറ്റെടുക്കുകയും അതിനോട് വിഘടിക്കുവാൻ മനസ്സുള്ളവർ അതിനെ വിഘടിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ബുദ്ധിയുപദേശം ഈ ലോകാവസാനം വന്നിരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ബുദ്ധിയുപദേശം പറയുമ്പോൾ ഇതിൽ നിന്നും കുറച്ച് ബുദ്ധിയുപദേശം നമുക്കും വേണമെന്നാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. ഇത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല. ചരിത്ര സംഭവങ്ങളെ ഓർപ്പിച്ചിട്ട് ഈ അന്ത്യകാലം വന്നിരിക്കുന്നത് നമുക്കൊരു മുന്നറിയിപ്പ്. അതുകൊണ്ടാണ് തലക്കെട്ടിൽ അന്ത്യകാല ബുദ്ധിയുപദേശം, അല്ലെങ്കിൽ അന്ത്യകാലത്ത് നടക്കേണ്ട ഒരു മുന്നറിയിപ്പ് എന്നുള്ള തലക്കെട്ടിൽ നമ്മൾ ചിന്തിക്കുന്നത്. താഴേക്ക് വായിക്കാം. എങ്കിലും അവരെ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ആരാണ് മരുഭൂമിയിൽ അവരെ തള്ളിയിട്ട് കളഞ്ഞത്? സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെയാണ്. ദൈവജനത്തെ ദൈവം ശിക്ഷിച്ചത്, അല്ലാതെ അവരെ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുകയൊന്നുമല്ലായിരുന്നു. അല്ലെങ്കിൽ സാത്താനല്ല അവരെ പ്രശ്നത്തിൽ അകപ്പെടുത്തിയത്. ഇവരുടെ ജഡചിന്തകൾ, അല്ലെങ്കിൽ ഇവരുടെ ആഗ്രഹങ്ങൾ, ദുർമോഹം, ഇവിടെ താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. അവർ ദുർമോഹികളായതുപോലെ, അല്ലെങ്കിൽ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഇവരുടെ ഉള്ളിലെ ദുർമോഹമാണ് ദൈവം അവരിൽ പ്രസാദിക്കാതെ പോയതും മരുഭൂമിയിൽ അവരെ തള്ളിയിട്ട് കളഞ്ഞതും. കർത്താവ് പറഞ്ഞില്ലേ, എന്നോട് അനുസരണക്കേട് കാണിച്ച ഈ ജനത്തിൽ ആരും കനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ല. 40 വർഷം ആ തലമുറയിൽ, ആ 20 വയസ്സിന് മുകളിലുള്ള ദൈവത്തെ അനുസരിക്കാതിരുന്ന എല്ലാവരും ആ മരുഭൂമിയിൽ വീണ് മരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ തള്ളിയിട്ടു എന്ന് പറഞ്ഞത് ആരാ തള്ളിയിട്ടത്? ദൈവത്തെ അനുസരിക്കാതിരുന്നവരെ ദൈവം തന്നെ എന്ത് ചെയ്തു? തള്ളിയിട്ടു. ദൈവം തന്നെ കൈവിട്ടു കളഞ്ഞു. കാര്യം മനസ്സിലായോ? ഇവിടെ ദൈവവും ഞാനും, അല്ലെങ്കിൽ നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അപ്പോൾ തന്നെ ചിന്തിക്കും അത് പൈശാചികന്റെ ആക്രമണമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാത്തിനും നമ്മൾ പൈശാചികന്റെ ആക്രമണം എന്ന് പറയണ്ട. കുറേയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ദുർമോഹം കൊണ്ട്, നമ്മുടെ തെറ്റായ ജീവിതചര്യകൾ കൊണ്ട് നമ്മൾ വരുത്തി വെക്കുന്ന വിനകളാണ്. അതിന്റെ പരിണിത ഫലം മറ്റാരുടെയും തലയിൽ കെട്ടിവെക്കുവാൻ ദൈവവചനം ഇവിടെ പറയുന്നില്ല, അല്ലെ? സാത്താനെ കുറിച്ച് സവിസ്തരം പൗലോസിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾക്ക് അറിയാത്തവരല്ലോ, അവനെ നിങ്ങൾ ഇടം കൊടുക്കരുത്. കൃത്യമായ ഉപദേശങ്ങൾ അനേകം പറയുന്നുണ്ട് പ്രിയമുള്ളവരെ. എങ്കിലും ചില കാര്യങ്ങൾ ഈ ജഡം എന്നുള്ള ഒരു വിഷയത്തെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ ശരീരവും ജഡവും തമ്മിൽ എന്താ വ്യത്യാസം? ശരീരം എന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച ഈ ശരീരത്തെയാണ് ശരീരം എന്ന് പറയുന്നത്. പക്ഷെ ജഡം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇതിനകത്തൊരു സംഭവം ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ ഈ ജഡവും ശരീരവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയാം. അതായത് ശരീരം എന്ന് പറഞ്ഞാൽ ഇതിന് ആവശ്യങ്ങളേ ഉള്ളൂ. എന്താണ് ആവശ്യമുള്ളത്? തണുപ്പ് ആവശ്യമാണ്, ചൂട് ആവശ്യമാണ്, ആഹാരം ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്, അല്ലെ? ഈ ശരീരത്തിന്റെ ഈ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളുണ്ട്. അത് ദൈവം നമുക്ക് തരുന്നുമുണ്ട്, അല്ലെ? ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ചൂട്, തണുപ്പ്, ഇതൊക്കെ നമുക്ക് ശരീരത്തിന് മതി, അല്ലെ? പക്ഷേ ജഡം പറയുകയാണ്, എനിക്ക് വെറും പച്ചവെള്ളം പോരാ, കുറച്ച് ലഹരി കൂടിയ മദ്യം വേണം. ഇതാവശ്യപ്പെടുന്നത് ആരാ? ശരീരമല്ല, ഉള്ളിലെ ജഡമാണ്. അപ്പോ ശരീരത്തിന് പച്ചവെള്ളം മതിയെങ്കിൽ ജഡത്തിന് മദ്യം വേണം. ശരീരത്തിന് സാധാരണ ഭക്ഷണം വേണമെങ്കിൽ അതിലുപരിയായിട്ട് ആഗ്രഹിക്കുന്ന മറ്റെന്തോ ഒരു ദുർമോഹം വെച്ചിട്ട്, ഒരു ദൈവം തരുന്ന ആ ആഹാരം അത് മതി എന്ന് വെക്കാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇസ്രായേൽ ജനം അങ്ങനെയാണ് ആഗ്രഹിച്ചത്. താഴേക്ക് നമുക്ക് കാണുന്നുണ്ട്, നമുക്കത് വായിക്കാം. ദൈവം മന്ന കൊടുത്ത് പോഷിപ്പിച്ച ജനമാണ്. പക്ഷേ ഈ ജനം പിറുപിറുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ദൈവം കൊടുത്ത ആ ഭക്ഷണത്തിൽ സംതൃപ്തി കാണാതിരുന്നത് കൊണ്ടാണ് അവരെ ദൈവം വിളിച്ചിരിക്കുകയാണ്. അവർ ദുർമോഹികളായപ്പോൾ, അവരുടെ കൊതിക്ക്, അവരുടെ ആർത്തിക്ക് അവർ ഭക്ഷണം ചോദിച്ചപ്പോൾ ദൈവം അത് അവർക്ക് കൊടുത്തു. പക്ഷെ ആ ഭക്ഷണം വായിലിരിക്കുമ്പോൾ തന്നെ ബാധയയച്ച ദൈവം അവരെ കൊന്നുകളഞ്ഞു. സാത്താൻ വന്നവരെ കൊന്നുകളഞ്ഞെന്നല്ല ഇവിടെ പറയുന്നത്. ദൈവം അവരുടെ കാര്യങ്ങളിൽ ഒരു തീർപ്പ് വരുത്തി. നമുക്ക് താഴേക്ക് 2 വാക്യങ്ങളെ വായിക്കാം. 7-ാം വാക്യം. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു.
ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ബുദ്ധി ഉപദേശത്തിനായി നമുക്ക് എഴുതിയിരിക്കുക. അവരിൽ ചിലർ ഇന്നതുപോലെയുള്ള പാപങ്ങളെ ചെയ്തു, നിങ്ങളത് ചെയ്യരുത്. അവർ ഇന്നതുപോലെ ചെയ്തു, നിങ്ങളതുപോലെ ചെയ്യരുത് എന്ന് പൗലോസ് എന്തുകൊണ്ടാണ് മരുഭൂമിയിലെ പ്രയാണത്തിലെ ചരിത്രം ഓർപ്പിച്ചുകൊണ്ട് ദൈവസഭയോട്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ഇത് പറയുന്നത് എന്തിനാ? പൗലോസ് പറയുന്നത് കേട്ടോ, ഇതൊരു ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ നിൽക്കുന്നവരാണ് എന്ന് വിചാരിക്കുന്നവർ വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അർത്ഥം. കാരണം ഒരേ ആത്മീക പാനം കുടിച്ച്, ഒരേ ആത്മീക ഭക്ഷണം കഴിച്ച് കർത്താവിനെ പിൻപറ്റി വന്ന ജനത്തിൽ പലരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് പറയുകയാണ്. എന്നിട്ട് അവരുടെ പാപപ്രവൃത്തികളെ വിവരിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതുപോലെ ആകരുത്, ദുർമോഹികളാകരുത്, പരസംഗികളാകരുത്. അല്ലെങ്കിൽ പറയുകയാണ്, ആ ദൈവത്തെ പരീക്ഷിക്കരുത്, നിങ്ങൾ പിറുപിറുക്കരുത് എന്നൊക്കെ പറയുകയാണ്. നമുക്കിത് ചരിത്രം അത് പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അത് മുഴുവനും വായിക്കേണ്ട ആവശ്യം വരും. അത് വായിച്ചാൽ തന്നെ രത്നചുരുക്കമായി ചരിത്രം അവിടെ കിടക്കുന്നുണ്ട്. ഈ ജനം തിന്നാനും കുടിക്കുവാനുമായിട്ട് ഇരുന്നു, അല്ലെങ്കിൽ ജനം തിന്നുവാനും കുടിപ്പാനുമായിരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. നമുക്ക് ആ ചരിത്ര സംഭവം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായി മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകൊണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകൊണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തിയ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടാരെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റേന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റു. അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങി ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. നമുക്കവിടെ നിർത്തിയിട്ട് താഴേക്ക് വായിക്കാം. ഇവിടെ ആ പറയുന്ന വാക്യം പറയുകയാണ്, ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു. പ്രിയമുള്ളവരെ, സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ വേണ്ടി വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ദൈവം അതങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർ നടത്തിക്കൊണ്ടുവന്ന മോശ ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ജനത്തിന്റെ ഇടയിൽ പറയുകയാണ്, ജനം പറയുകയാണ്, ഈ മോശ എന്ന് പറയുന്ന മനുഷ്യൻ എവിടെ പോയെന്ന് നമുക്ക് അറിയുകയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവത്തെ വേണം എന്ന് അഹ്റോനോട് പറയുകയാണ്. ഈ ജനത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ അഹ്റോൻ അവരുടെ ഇടയിലുണ്ടായിരുന്ന സ്വർണങ്ങളൊക്കെ മേടിച്ച് അഗ്നിയിലിട്ട് അതിനെ രൂപപ്പെടുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി വെച്ചു. യഹോവയ്ക്ക് ഉത്സവം എന്നാണ് പറയുന്നത്. ഇരിക്കുന്നത് കാളക്കുട്ടിയാണ്. ആ സത്യ ആരാധനയിൽ നിന്നും, ആ നിർമ്മലമായ ജീവിതത്തിൽ നിന്നും ഒരൊറ്റയടിക്ക് തിരിഞ്ഞ തിരിവ് കണ്ടോ? ദൈവം വിളിച്ചിറക്കി ചൂടാറിയിട്ടില്ല. ഈ ജനത്തിന്റെ ഈ മഹാപ്രവർത്തികൾ കണ്ട ജനമാണ് ഒരൊറ്റ വാക്കിൽ തിരിഞ്ഞുപോയി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഇടർച്ചയുണ്ടാക്കുന്നതിൽ നല്ലത്, ഇടർച്ചയുള്ളൊരു വാക്ക് പറയുന്നതിൽ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ ചാടിച്ചാവുക. പ്രൈസ് ഒത്തിരി കടന്ന കയ്യല്ലേ കർത്താവ് പറഞ്ഞത്. കാരണം എന്താ? ഒരൊറ്റയാളുടെ ആ ഒരു തീരുമാനമാണ്. ഈ മോശ എന്ന് പറയുന്ന മനുഷ്യൻ എവിടെ പോയെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരുവൻ പറയുകയാണ്, അതിന്റെ കൂടെ കൂടുവാൻ ആയിരക്കണക്കിന് ജനവും വന്നു. ഈ അഹ്റോനെ വളരെ പ്രയാസപ്പെടുത്തി അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു നിത്യ ആരാധന അവിടെ തുടങ്ങുകയാണ്. സത്യ ആരാധനയിൽ നിന്നും നിത്യ ആരാധനയിലേക്ക് പോയത് ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് ഉയർന്ന ഈ മോശ എന്ന് പറയുന്ന മനുഷ്യൻ എവിടെ പോയെന്ന് എനിക്കറിയുകയില്ല, ഞങ്ങൾക്കറിയുകയില്ല. ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ദൈവത്തെ വേണം. ഈ ഒരു വാക്കിന്റെ പിൻബലത്തിൽ പോയതാരാണ്? ഈ ജനം മുഴുവനും അങ്ങനെ മാറിത്തിരിഞ്ഞു. അങ്ങനെ ഈ കാളക്കുട്ടിയെ ആരാധിക്കുകയാണ്. ആരാധന ആർക്കെന്നാ പറയുന്നത്? യഹോവയ്ക്ക് ആരാധന. പക്ഷെ ഇരിക്കുന്നത് എന്താണ്? വിഗ്രഹമാകുന്ന കാളക്കുട്ടി. സത്യാരാധന മിഥ്യാരാധനയിലേക്ക് വഴിമാറിപ്പോയി. അത് തന്നെയുമല്ല, ജനം തിന്നുവാനും കുടിക്കാനും ഡാൻസ് കളിക്കുവാനും എൻജോയ് ചെയ്യാനും തുടങ്ങി. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് പല സഭകളിലും നോക്കിക്കഴിഞ്ഞാൽ ഈ തീറ്റയും കുടിയും തുള്ളലും ചാട്ടവും അല്ലേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുവാനിടയായിത്തീർന്നു. എന്തോ ഇംഗ്ലീഷിൽ പാട്ടൊക്കെ പാടുന്നത് പോലെ ഒരു സഹോദരി വന്നുകൊണ്ട് അന്യഭാഷയുടെ പൊടിക്കൈയൊക്കെ പ്രയോഗിച്ച് ഒരു ഡിസ്കോ ഡാൻസ് കളിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്ന രംഗം നമ്മൾ കണ്ടതാ. സോഷ്യൽ മീഡിയ എല്ലാം അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തു അല്ലേ. അപ്പോൾ ആരാധന ദൈവത്തിനെന്നാ പറയുന്നത്, പക്ഷേ തീറ്റയും കുടിയും ഡാൻസും പാട്ടും കൂത്തും നടുക്കിരിക്കുന്നത് കാളക്കുട്ടിയും. ഈ സത്യത്തിൽ നിന്നും മനുഷ്യർ പെട്ടെന്ന് വ്യതിചലിച്ചു പോയത് കണ്ടോ. നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്താ? അന്ത്യകാലത്തെ ബുദ്ധി ഉപദേശം. പ്രിയമുള്ളവരെ, ഇന്ന് പലരും നമ്മുടെ സഭയിലേക്ക് കടന്നു വരുന്നുണ്ട്. പലരും വന്നവർ തിരിച്ചു പോകുന്നുമുണ്ട്. ചിലർക്ക് സത്യം മനസ്സിലായി ഇവിടെ കുത്തിയിരിക്കുന്നുണ്ട്, സഭയിൽ അംഗങ്ങളായി തുടരുന്നുണ്ട്. മനസ്സിലായോ? ചിലരിൽ ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. അപ്പോൾ കടന്നു വരുന്ന ദൈവജനത്തിന് സത്യമായ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ ആ ഉപദേശത്തിൽ നിലനിൽക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന്റെ പുറകെ തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ തീറ്റയ്ക്കും കുടിക്കും വേണ്ടി ജനം എഴുന്നേറ്റു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സഭ മാറ്റപ്പെടും. സത്യദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ആരാധനയും മിഥ്യാമൂർത്തിക്ക് മാറിപ്പോയി ആ സത്യ ആരാധനയിൽ നിന്നും വഴിമാറുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താഴേക്ക് വായിക്കാം, 7-ാം വാക്യം. അപ്പോൾ യഹോവ മോശെയോട്, നീ ഇറങ്ങി ചെല്ലുക, നീ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു. ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്നും യഹോവ മോശെയോട് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സമയത്തിന്റെ പരിധി കൊണ്ട് ചുരുക്കം വാക്കുകളിൽ ആ കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. ഇവിടെ ദൈവം മോശയോട് പറയുകയാണ്, നീ കൊണ്ടുവന്ന ജനം ഇപ്പോഴിതാ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുകയാണ്. ഈ ജനം ദുശാഠ്യമുള്ള ജനമെന്ന് ഞാൻ കണ്ടിരിക്കുകയാണ്. ഞാൻ അവരെ ഇപ്പോൾ തന്നെ തീർത്ത് കളയും. മോശേ, എന്നെ വിട് മോശേ എന്ന് പറയുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണാം അല്ലേ. പക്ഷേ ഈ മോശ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ദൈവത്തിന്റെ വട്ടം കയറി പിടിക്കുന്നത് പോലെ ദൈവത്തെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ദൈവം പറയുകയാണ്, ആ ജനത്തെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞിട്ട് നിന്നിൽ നിന്നും ഇതുപോലൊരു ജനത്തെ ഞാൻ ഉണ്ടാക്കിയെടുക്കും. കർത്താവായ യേശു ക്രിസ്തുവും പറഞ്ഞല്ലേ, നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്നും പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കൊന്നും വേണ്ട. ഈ കല്ലുകളിൽ നിന്നും അബ്രാഹത്തിന് വേണ്ടി മക്കളെ ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവജനമെന്ന് വിളി കേട്ട് ഇറങ്ങി വന്ന ജനം ഞങ്ങൾ ചിന്തിച്ചാലേ ഇനി എന്തെങ്കിലും ദൈവസഭയിൽ നടക്കൂ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു പദ്ധതി ദൈവത്തിനറിയാം. ഒരു മോശയിൽ നിന്നൊരു ജനത്തെ ഉണ്ടാക്കുവാൻ ദൈവത്തിനറിയാം. കല്ലുകളിൽ നിന്നും അബ്രാഹത്തിന് വേണ്ടി സന്തതികൾ ഉൽപ്പാദിപ്പിക്കുവാൻ ദൈവത്തിനറിയാം. ഇങ്ങനെ പല കാര്യങ്ങളും ദൈവത്തിനറിയാം. പക്ഷേ മോശ എന്ന് പറയുന്ന മനുഷ്യൻ ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആ വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ദൈവസഭയിൽ നിന്നതുകൊണ്ടാണ് ആ ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ ആ മരുഭൂമിയിലെ സഭയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതെ ദൈവം അത് ക്ഷമിക്കുവാനിടയായിത്തീർന്നത്. അപ്പോൾ സഭയെ നടത്തുന്ന ദൈവദാസന്മാർ ദൈവസന്നിധിയിൽ സഭയിൽ വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ സഭയ്ക്ക് ദൈവം എന്ത് ചെയ്യും? തക്കതായിട്ടുള്ള പരിഹാരം വരുത്തുവാൻ, ആശ്വാസം വരുത്തുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അതാണ് ദൈവം നടത്തുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവദാസന്മാരും അവരുടെ കീഴിൽ അണിനിരക്കുന്ന വിശ്വാസികളും ദൈവിക ഈ ഓർഡർ ഒന്ന് കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമെങ്കിൽ ദൈവം ദൈവസഭയെ നടത്തുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ആരെങ്കിലും പറയുകയാണ് നമുക്കൊരു ഉത്സവം ആഘോഷിക്കാം, തിന്നാം കുടിക്കാം, എല്ലാം ശരിയാ, പക്ഷെ ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാതെയുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളുമാണ് കാണുന്നതെങ്കിലോ അവിടെയാണ് പ്രശ്നമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുവിനുള്ള നിർമ്മലതയിൽ നിന്നും നിങ്ങൾ തെന്നിപ്പോകാതിരിക്കുവാൻ, അല്ലെങ്കിൽ ആ ഏദൻ തോട്ടത്തിൽ ആ സർപ്പം ആദത്തെയും ഹവ്വയെയും ചതിച്ചതുപോലെ നിങ്ങളുടെ ഏകാഗ്രത ചിന്ത, ആ ഹൃദയത്തിലുള്ള ക്രിസ്തുവിനോടുള്ള നിർമ്മലത വിട്ടു മാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 78-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ഈ ചരിത്രങ്ങളെ ഓർപ്പിച്ച് ദൈവം പറയുന്നുണ്ട്. നമുക്ക് 1-2 വാക്യങ്ങളെ ഒന്ന് വായിക്കാം. 78-ാം സങ്കീർത്തനം അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം.
തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ ദൈവത്തെ പരീക്ഷിച്ചതുപോലെ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്. ഇവിടെ എന്താ വായിച്ചത്? തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അതായത് കർത്താവിനറിയാം ഈ ജനത്തിന് കൊടുക്കേണ്ട ആഹാരം എന്താണെന്ന്. കൃത്യമായിട്ടുള്ള ഭക്ഷണം അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നതാ. പക്ഷെ അവർക്കത് പോരാതെ വന്നു. ഇവിടെ മന്നയും അല്ലെങ്കിൽ ദൈവത്തോട് ചോദിച്ച കാടപ്പക്ഷിയും അല്ലെങ്കിൽ മാംസവും ഇതെല്ലാം വെള്ളവും എല്ലാം ദൈവം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ദൈവ പരിപാലനയിൽ അവർ ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ എന്താ പറയുന്നത്? അവർക്ക് വിശന്നിട്ട് ഭക്ഷണം ചോദിച്ചു എന്നല്ല പറയുന്നത്, അവർക്ക് കൊതിക്ക് ഭക്ഷണം ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശരീരവും ജഡവും. ശരീരത്തിന് ഭക്ഷണം മതി, അല്ലെങ്കിൽ പച്ചവെള്ളമായാലും മതി. ശരീരത്തിന് പച്ചവെള്ളം മതി, പക്ഷെ ജഡത്തിന് എന്ത് വേണം? കുറച്ച് മദ്യം വേണം. ശരീരത്തിന് സാധാരണ ആഹാരം മതി, പക്ഷെ ജഡത്തിന് എന്ത് വേണം? ഈ ലോകപരമായ ആളുകളൊക്കെയും കാശുള്ളവരൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കണമെന്നൊരു ആഗ്രഹം വരികയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ കുറേ പേരും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്, അല്ലേ? അപ്പോൾ പ്രിയമുള്ളവരെ, പൗലോസ് എന്താ പറയുന്നത്? ഉണ്ണാനും എടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക. ഉള്ള ജീവിത സാഹചര്യത്തിൽ സന്തോഷമായിരിക്കുവാൻ ദൈവം കൃപ തരും. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന് അറിയിക്കുക അത്രേ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ദൈവം നമ്മളെ കാത്തുകൊള്ളുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ജനം ആയിരുന്നില്ല. അവർക്ക് കൊടുത്ത മന്നയെ കുറിച്ച് ദൈവവചനത്തിൽ പറയുകയാണ്, അത് തേൻ പുരട്ടിയ ദോശ പോലെയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിന് കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓർത്തു ഇച്ചിരി തേൻ ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ദോശ തേൻ പുരട്ടി കഴിച്ചത്. അത് വളരെ ടേസ്റ്റ് ഉള്ളതാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ആ കുപ്പിയിലെ ആ തേൻ തീരുന്നത് വരെ ഞാൻ ഈ ദോശ ഡെയിലി ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ഈ തേൻ ഒഴിച്ച് കഴിക്കാനിടയായി തീർന്നു. അപ്പോൾ വളരെ ടേസ്റ്റാണത്. മറ്റുള്ള എന്ത് ചേർത്ത് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഈ ജനത്തിനും ആദ്യം ഇത് വളരെ നല്ല ദോശ പോലെ, നല്ല തേൻ പുരട്ടിയ ദോശയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇവർ പറയുകയാണേ, ഈ വിലകെട്ട മന്ന തിന്ന് ഞങ്ങൾ മടുത്തു. ഈ മന്ന ഇപ്പോൾ എന്തായി? വിലകെട്ട മന്നയായി. ഇതല്ലേ മരുഭൂമിയിലെ പിറുപിറുപ്പ്? ഇസ്രായേൽ ജനം ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതിയും പിറുപിറുക്കാൻ തുടങ്ങി. ഇവിടെ പറയുകയാണ്, അവരുടെ കൊതിക്ക് അവർ ഭക്ഷണം ചോദിച്ചു. ദൈവം ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടല്ല, ശരീരത്തിന് ആവശ്യമായത് ദൈവം കൊടുത്തു. പക്ഷെ ജഡതൃപ്തിക്ക് വേണ്ടി ഇവർ ദൈവത്തോട് ഇവിടെ എന്താ ചെയ്തത്? ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. 18-ാം വാക്യം, 19-ാം വാക്യം. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവർ ദൈവത്തിന് വിരോധമായി സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ കഴിവില്ലായ്മയെ ചൂണ്ടിക്കാണിക്കുകയാണ്. കഴിവില്ലായ്മയല്ല, ദൈവത്തിന് കഴിവ് ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിൽ ഇവിടെ പറയുകയാണ്, മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ഈ ദൈവത്തിന് കഴിയുമോ? തൊട്ട് മുൻപ് ചെങ്കടലിൽ വിളർത്തിയ ദൈവത്തെ ഇവർ കണ്ടതാ. അല്ലെങ്കിൽ മോശയ്ക്ക് 10 കൽപ്പന കൊടുക്കാൻ നേരത്ത് കത്തിയാളെന്ന പർവ്വതത്തെ കണ്ടിട്ട്, അയ്യോ മോശേ, നീ മാത്രം പോയാൽ മതി, ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾക്ക് ഭയം കൊണ്ട് വിറയ്ക്കുന്നേ. ഈ ദൈവത്തിന്റെ 10 ബാധകളും ആ മലയിൽ ഇറങ്ങി വന്ന ദൈവ തേജസ്സും ദൈവം ചെയ്ത സകല പ്രവൃത്തികളും അത്ഭുതങ്ങളും ചെയ്തിട്ട് അത് കണ്ട ജനം ചോദിക്കുകയാണ്, മരുഭൂമിയിൽ ഞങ്ങൾക്ക് മേശയൊരുക്കുവാൻ ഈ ദൈവത്തിന് കഴിയുമോ? താഴേക്ക് വായിക്കാം. അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം, എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? ദൈവത്തോട് ചോദിക്കുകയാണ്. മരുഭൂമിയിൽ വെള്ളം കൊടുത്തപ്പോൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് അപ്പം തരുവാൻ ഈ ദൈവത്തിന് കഴിയുമോ? താഴേക്ക് വായിക്കാം. തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇത് കേട്ട് പ്രസാദം വന്നു എന്നല്ല പറയുന്നത്, ദൈവത്തിന് ഇത് കേട്ട് കോപം വന്നു എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ അറിയാൻ നമുക്ക് ഏത് അവസ്ഥയിൽ നമ്മളെ നടത്തണം, അല്ലേ? നമ്മുടെ ജീവിത സാഹചര്യം എന്താണോ അത് ദൈവം അറിയാതെ അല്ല വന്നിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനം നമുക്കൊന്ന് എടുക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താ പറഞ്ഞത്? മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവവചനമാണ് ഇത് പറയുന്നത്.
അയ്യോ എനിക്ക് ഈ ഗതി എന്ത് വന്നു, എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നവരോട് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഇവിടെ എന്താ പറയുന്നത്? മനുഷ്യർക്ക് നടപ്പല്ലാത്ത അല്ലെങ്കിൽ മനുഷ്യർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പരീക്ഷകളും നമുക്ക് നേരിടാൻ ഇട വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ മനുഷ്യരാണോ? ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വരുന്നുണ്ടോ? ഇതൊന്നും അയ്യോ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യമല്ല. നമുക്ക് താങ്ങാനാവുന്ന ഭാരങ്ങളേ ഉള്ളൂ എന്നാണ് പറയുന്നത്. താഴേക്ക് വായിക്കാം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷകൾ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അപ്പോൾ ഒരു പരീക്ഷയുണ്ടെങ്കിൽ അതിനൊരു പോക്കുവഴിയും ദൈവം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്റെ മകനെ, ഏക മകനെ ഇസ്ഹാക്കിനെ തന്നെ നീ യാഗം കഴിക്കണം. ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അങ്ങനെ അബ്രാഹം തന്റെ മകനെയും കൊണ്ടുപോവുകയാണ്. ആ പരീക്ഷയിൽ അബ്രാഹം വിജയിച്ചിരിക്കുക. അപ്പോൾ ദൈവം പറയുകയാണ്, അബ്രാഹം കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. തൊട്ടടുത്ത് നോക്കിയപ്പോൾ അതിനുള്ള പോക്കുവഴി ദൈവം ഉണ്ടാക്കിയിട്ടിരിക്കുക. കൊമ്പുടക്കി കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ ദൈവം കാണിച്ചു കൊടുക്കുക. അതിനെടുത്ത് യാഗം കഴിച്ച് മടങ്ങിപ്പോന്നു. അപ്പോൾ ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ പോക്കുവഴി അല്ലേ? 5 അപ്പം 5000 പേർക്ക് കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, ഇവർക്ക് കൊടുക്കുവാൻ അപ്പം എങ്ങനെ സംഘടിപ്പിക്കും? അവർ പറഞ്ഞു, കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാം. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, അത് അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ചോദിച്ചതെന്ന്. കാരണം എന്ത് ചെയ്യണമെന്ന് കർത്താവ് നിശ്ചയിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് നന്നായി അറിയാം. ആ പരീക്ഷയുടെ മുൻപിൽ ഇവിടെ ദൈവത്തെ അവിശ്വസിക്കുമ്പോൾ ദൈവത്തിന് മേശയൊരുക്കാൻ കഴിയുമോ? അയ്യോ എന്റെ ലോൺ അടച്ചു തീർക്കുവാൻ കഴിയുമോ? അയ്യോ എന്റെ വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി ദൈവത്തിന് കരുതുവാൻ കഴിയുമോ? അയ്യോ എന്റെ രോഗത്തിന് സൗഖ്യം വരുത്തുവാൻ ദൈവത്തിന് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് വേണ്ട. കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വൻ പ്രവർത്തികളെ ചെയ്യുവാൻ ദൈവത്തെ കൊണ്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ 17,000-ൽ പരം ആളുകൾ ഇത് കാണുവാനിടയായിത്തീർന്നു അല്ലേ? നമുക്കൊരു മേന്മയുണ്ടായിട്ടല്ല. ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലാതെ അല്ലെങ്കിൽ തെരുവീതികളല്ലാതെ നമുക്കൊരു മറ്റൊരു പ്ലാറ്റ്ഫോം ഈ സുവിശേഷം പറയാൻ ഈ ലോകത്ത് ഒരിടത്തുമില്ല. ഒരു വലിയ കൺവെൻഷൻ വിളിച്ചു കൂട്ടിയാലും 50,000-ഓ 1,00,000-ഓ ചെലവാക്കിയാൽ വല്ല 10, 100, 500 പേരെ വിളിച്ചു കൊണ്ടുവന്ന് നമുക്ക് സുവിശേഷം പറയാൻ പറ്റും. പക്ഷേ 10 പൈസയുടെ ചെലവില്ലാതെ നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ സംവിധാനത്തിലൂടെ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ 17,000 കാണുവാനിടയായിത്തീർന്നു. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? 5 അപ്പവും 2 മീനുമേ ഉള്ളൂ. ദൈവമേ, ഞങ്ങളെ കൊണ്ട് ഇതേ കഴിയുന്നുള്ളൂ, അത് മതി, കഴിയുന്നത് ചെയ്താൽ മതി. അതിനെ വാഴ്ത്തി വിഭജിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കർത്താവാണ്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? മനസ്സുണ്ടോ? മാർഗം ദൈവത്തിന്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് താങ്ങാനാവുന്നതിലും അപ്പുറത്തേക്കുള്ള ഭാരം നമുക്ക് തരികയില്ല. പരീക്ഷയോടുകൂടെ നീക്കുപോക്കുകളും ദൈവം ഉണ്ടാക്കി തരും. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അന്ത്യകാല ബുദ്ധി ഉപദേശം. ഈ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അങ്ങ് മരുഭൂമിയിലായിരുന്ന ജനം ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളും കണ്ട് ചൂടാറാത്ത ജനം ഒരൊറ്റ വാക്ക് പറഞ്ഞേ ഉള്ളൂ, ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ദൈവത്തെ ഉണ്ടാക്കി തരിക. ഈ മോശ എന്ന് പറയുന്ന മനുഷ്യൻ എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയുകയില്ല. ഈ നിസാരം വാക്കിൽ തിരിഞ്ഞു പോയത് സത്യാരാധനയിൽ നിന്നും മിഥ്യാരാധനയിലേക്ക്, സത്യദൈവത്തിന്റെ അനുസരണയിൽ നിന്നും നിർമ്മലതയിൽ നിന്നും അവർ വഴിവിട്ടു പോയത് തിന്നാനും കുടിക്കുവാനും തുള്ളിച്ചാടുവാനുമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക്. എന്നിട്ട് പറയുന്നതോ ദൈവത്തിന് ആരാധന. ഇന്ന് പല സഭകളും ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുന്ന പല കൂട്ടായ്മകളും മരുഭൂമിയിൽ കാളക്കുട്ടിയെ ആരാധിച്ച് തിന്നും കുഴിച്ച് ഡാൻസ് കളിക്കുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ വചനത്തിൽ വ്യക്തമായി പറയുകയാണ്, നിങ്ങളിൽ ചിലർ അവരെ പോലെ ആകരുത്. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. നിങ്ങളിൽ ചിലർ അവരെ പോലെ വ്യഭിചാരം ചെയ്യരുത്, അല്ലെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കരുത്, പിറുപിറുക്കരുത് എന്ന് ദൈവസഭയോട് ഓർപ്പിച്ചിട്ട് പൗലോസ് പറയുകയാണ്, ഇതൊരു ബുദ്ധി ഉപദേശമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുവാൻ സാധ്യതകൾ അനേകമാണ്. പരീക്ഷ വരുന്നുണ്ടെങ്കിൽ അതിന് നീക്കുപോകും കർത്താവ് ഉണ്ടാക്കി തരും. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പത്രോസേ, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. ഞാൻ നിനക്ക് വേണ്ടി നിലകൊണ്ടു, ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. കണ്ടു,
സാത്താൻ നമ്മളെ തുടരണമെങ്കിൽ പോലും ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ ഒരു കാര്യവും നടപ്പില്ലാത്ത കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ നിർമ്മലതയിൽ നാം നിൽക്കുന്നുവെങ്കിൽ അവൻ നിൽക്കുന്നവനായിരിക്കും. ആ നിലനിൽപ്പ് ദൈവത്തോടു കൂടി ആയിരിക്കും. ഇല്ലെങ്കിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്ന പോലെ നിന്ന ജനമാണ് വഴിവിട്ട് മാറിപ്പോയത്. വിളിച്ചു കൊണ്ടുവന്ന ജനം, ഒരേ ആത്മീക ആഹാരം കഴിച്ച ജനം, ഒരേ ആത്മീക പാനം ചെയ്ത ജനം, അല്ലേ? ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഈ സന്ദേശം ഒരേപോലെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ മാറ്റി നിർത്തി ആരോടെങ്കിലും സ്പെഷ്യലായി ഞാൻ പറയുന്നില്ല. എല്ലാവരോടും ഒരേപോലെയാണ് ഈ ആത്മിക ആഹാരവും ഈ ആത്മിക പാനീയവും തരുന്നത്. ഇത് കേട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കഴിയുന്നുവെങ്കിൽ വിശ്വാസമായി പരിണമിക്കായകയാൽ അവർക്ക് വിശ്രമത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് പോലുള്ള അവസ്ഥയായി തീരും. അല്ലെങ്കിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീട് പോകുന്നവരുടെ ആയിത്തീരും. അല്ലെങ്കിൽ മരുഭൂമിയിൽ 23,000 പേര് വീണതുപോലെ, സർപ്പദംശനമേറ്റതുപോലെ, ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി നശിച്ചു പോയതുപോലെ അങ്ങനെ നശിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് പറയുകയാണ്, ഈ നിർമ്മലതയിൽ നിന്നുകൊണ്ട്, ഈ ബുദ്ധി ഉപദേശം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ സത്യവചനത്തിൽ നിലനിൽക്കുവാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ കടപ്പെട്ടവരാണ്. കാരണം നമ്മുടെ കർത്താവിന്റെ മധ്യാകാശ വരവിന് ഇനി അധികം സമയമില്ല. അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളുക. ആ നിർമ്മല ചിന്തയിൽ നിന്നും വ്യതിചലിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു തരത്തിലുള്ള വിഗ്രഹാരാധനയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അധ്യായത്തിന്റെ തലക്കെട്ടിൽ POC ബൈബിളിൽ വായിക്കുമ്പോൾ വിഗ്രഹാരാധനയ്ക്കെതിരെ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? കർത്താവിനെ പിൻപറ്റുന്നവരുടെ ലക്ഷ്യം തെറ്റിപ്പോകുന്ന എല്ലാം തന്നെ അതൊരു തരം വിഗ്രഹാരാധനയാണ്. നമ്മളെ വിളിച്ച ദൈവം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെതായ ഒരു ഉദ്ദേശമുണ്ട്. എന്നാൽ അത് വിട്ട് മാറി മനുഷ്യന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവത്തെ കാണുന്നുവെങ്കിൽ അതൊരു തരം വിഗ്രഹാരാധനയാണ്. ഒരു വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് ഈ ചിന്തയിൽ നിന്നും വിരമിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 27-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്: നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഇവിടെ പ്രത്യേകമായി പറയുന്നൊരു കാര്യം കേട്ടോ, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിങ്ങൾ അധ്വാനിക്കേണ്ടത്, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് അധ്വാനിക്കണം. പ്രിയമുള്ളവരെ, കർത്താവ് 5 അപ്പം 5000 പേർക്ക് കൊടുത്തപ്പോൾ പിറ്റേ ദിവസം വള്ളവും ബോട്ടും പിടിച്ചുകൊണ്ട് കർത്താവിനെ തിരക്കി വരികയാ. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല ഇപ്പോൾ കടന്നു വന്നത് എന്ന് പറഞ്ഞാൽ, അടയാളം എന്ന് പറഞ്ഞാൽ മശിഹൈക അടയാളങ്ങൾ, താൻ ദൈവപുത്രനാണ് എന്നുള്ള അടയാളങ്ങൾ കണ്ടതുകൊണ്ടോ, ഞാൻ മശിഹയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടോ, എന്നിൽ നിത്യജീവന്റെ മൊഴികളുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടോ അല്ല നിങ്ങൾ വന്നത്. നിങ്ങൾക്ക് ഇന്നലെ അപ്പം കിട്ടി തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് എന്നെ ഈ വള്ളം പിടിച്ചു വന്നത് എന്ന് കർത്താവ് അവിടെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി ഒരുത്തിന് എന്റെ പിന്നാലെ വരണ്ട. അപ്പം കിട്ടി, നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിക്കുകയാണ്, മക്കൾ UK പോവുകയാണ്, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവുകയാണ്, ഉന്നത വിദ്യാഭ്യാസം നടത്തുകയാണ്, നമ്മുടെ വീട് പണി നടക്കുകയാണ്. ഇതെല്ലാം ചെയ്യാൻ ഒരു ദൈവത്തെയാണ്, അപ്പം കിട്ടുവാനാണ് നിങ്ങൾ വന്നതെങ്കിൽ കർത്താവ് പറയുകയാണ്, ഈ അപ്പം കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ എന്നെ പിൻപറ്റിയത്. ദൈവം പറയുകയാണ്, ഈ അപ്പത്തിന് വേണ്ടിയല്ല, നിത്യജീവന്റെ ആ നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, നമ്മളെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക. അതിനു വേണ്ടി നമ്മൾ ജാഗരിച്ച് കർത്താവിന്റെ പുറകെ നിന്നാൽ അത് കൃത്യമായി കർത്താവ് തരും. നമുക്ക് യോശുവയുടെ പുസ്തകം 21:45 പറയുകയാണ്, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലതും നിവൃത്തിയായി. അപ്പോൾ ദൈവം ഈ ജനത്തിന് കൊടുത്ത വാഗ്ദത്തം കൃത്യമായി നിവർത്തിച്ചു. പക്ഷെ നിവർത്തിച്ചപ്പോൾ അതിന്റെ നിവൃത്തിയിലേക്ക് കയറുവാൻ ഒരു പറ്റം ജനം ജീവനോടെ ശേഷിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? ഫിലിപ്പി ലേഖനം 1:4 പറയുകയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. അവരിൽ ദൈവം കൊടുത്ത വാഗ്ദത്തം കൃത്യമായി നിവർത്തിച്ചു. പക്ഷെ ഇറങ്ങി വന്നവരിൽ ആരും തന്നെ ആ വാഗ്ദത്തത്തിലേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല. യോശുവയും കാലവും ഒഴിച്ച് ബാക്കിയെല്ലാം അവിടെ നശിക്കാനിടയായി തീർന്നു. ഇവിടെ നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അത് തികയ്ക്കുമെന്ന് പറയുമ്പോൾ, ദൈവം അത് തികയ്ക്കുമ്പോൾ ആരൊക്കെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും?
ആ തികവ് സംഭവിച്ച് എടുക്കപ്പെടും. കർത്താവിനെ പിൻപറ്റുന്നവര് അപ്പത്തിന് വേണ്ടിയാണോ, ആഹാരം കിട്ടി തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ടാണോ, ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ കർത്താവിനെ പിൻപറ്റുന്നത്? അവരൊന്നും ആ നിത്യതയിൽ വന്ന് ചേരുവാൻ സാധിക്കുകയില്ല. പക്ഷെ ഈ ജീവന്റെ മൊഴി നിത്യജീവനിലേക്ക് നിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ അധ്വാനിച്ച് കർത്താവിന്റെ പിൻപിൽ അണിനിരക്കുന്നവരെ കൊണ്ട് കർത്താവ് എന്ത് ചെയ്യും? ആ വാഗ്ദത്ത നിവൃത്തി കർത്താവ് പൂർത്തിയാക്കും. അതുകൊണ്ട് നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടിയല്ല, ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയല്ല കർത്താവിനെ വിളിക്കേണ്ടത്. പൗലോസ് പറയുന്നു, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരേക്കാൾ നിർഭാഗ്യവാന്മാരാണ്. ലോകത്ത് നിർഭാഗ്യവാന്മാരായ ഒരു കൂട്ടരുണ്ടെങ്കിൽ കർത്താവിനെ എൻ്റെ ആവശ്യങ്ങൾ നടത്തുവാൻ, വീട് പണിയുവാൻ, അത് ചെയ്യുവാൻ, ഇത് ചെയ്യുവാൻ ഒക്കെ അതിനുവേണ്ടി മാത്രം വിളിക്കുന്നവരെ കർത്താവ് പറയുകയാണ് നിർഭാഗ്യവാന്മാരായ മനുഷ്യർ. അപ്പോൾ ചോദിക്കും, തിന്നാനും കുടിക്കാനും പാർക്കാനും മാന്യമായി ജീവിക്കുവാനും ഞങ്ങൾക്കൊരു അവസരം വേണ്ടേ? വേണം. മരുഭൂമിയിലെ ജനത്തിന് ദൈവം അത് കൊടുത്തിരുന്നു. പക്ഷെ അവർക്ക് അതിൽ തൃപ്തരായിരുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അവരുടെ കൊതിക്ക് അവർ ആഹാരം ചോദിച്ചു. ഒരു നില വീടുള്ളപ്പോൾ 2 നില വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നു. സാധാരണ ഒരു വണ്ടിയുള്ളപ്പോൾ തൊട്ടപ്പുറത്തവൻ മേടിച്ചത് കൊണ്ട് എനിക്ക് അതിൽ നല്ലൊരു വണ്ടി വേണം. അപ്പോൾ കൊതിക്ക് ആഹാരം ചോദിക്കുമ്പോൾ ദൈവത്തിന് എന്താ ഉണ്ടാകുന്നത്? ഒരു തരം ദൈവത്തിന് ദേഷ്യമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഉള്ള സാഹചര്യത്തിൽ തൃപ്തിപ്പെട്ടുള്ള ഒരു ജീവിതം നയിച്ചു നോക്കി, അതിനകത്തൊരു സന്തോഷമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചത് കൊണ്ട് ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. എന്താ അവിടെ പറഞ്ഞത്? വിശ്വസിക്കുന്നവർക്കുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങൾ നിറയ്ക്കുമാറാകട്ടെ. വിശ്വസിക്കുന്നവർക്കുള്ള തലമുറകളുടെ അനുഗ്രഹത്താൽ നിങ്ങൾ നിറയ്ക്കുമാറാകട്ടെ എന്നല്ല പറയുന്നത്. പലരും പറയുന്നുണ്ട്, ഈ കറുത്ത പുസ്തകം എടുത്തത് കൊണ്ട് എൻ്റെ 2 മക്കൾ ഇന്ന് വിദേശത്താണ്, എനിക്ക് വീടില്ലായിരുന്നു, 2 നില വീടുണ്ട്, അങ്ങനെയുള്ള സന്തോഷം കൊണ്ട് നിങ്ങൾ നിറയ്ക്കട്ടെ എന്നല്ല പറയുന്നത്. അത് കാളക്കൊട്ടിയോടുള്ള ബന്ധത്തിലുള്ള ആരാധനയും തിന്നാനും കുടിക്കുവാനും ഉല്ലാസിക്കുവാനും എനിറ്റ ജനത്തിന്റെ ആരാധനയാണ് മിഥ്യാരാധന. സത്യത്തിലുള്ള ആരാധന കാഴ്ചവെച്ചവരൊക്കെയും അവരുടെ അവസ്ഥകളിൽ അവർ തൃപ്തരായിരുന്നു. സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയുക. ഇങ്ങനെയൊക്കെ പറയണമെങ്കിലേ വിശ്വസിക്കുന്നവർക്കുള്ള സന്തോഷത്താലും സമാധാനത്താലും നമുക്ക് നിറയ്ക്കാൻ ഇടയായിത്തീരണം. എനിക്ക് എൻ്റെ കുടുംബത്തിൽ സംതൃപ്തി ഉണ്ടായിരിക്കണം, എനിക്ക് എൻ്റെ ഭാര്യയിലും മക്കളിലും സംതൃപ്തി ഉണ്ടായിരിക്കണം, എൻ്റെ ജീവിത ചുറ്റുപാടിൽ സംതൃപ്തി ഉണ്ടായിരിക്കണം. സംതൃപ്തി കൂടാതെ കൊതിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ മുന്നറിയിപ്പായിട്ട് ഞാൻ പറയുകയാണ്. ഇവിടെ അന്ത്യകാല മുന്നറിയിപ്പാണ് ഞാൻ തരുന്നത്. മനുഷ്യൻ പെട്ടെന്ന് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് മറ്റൊരു ആരാധനയിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നിർമ്മലതയിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ വചനങ്ങളാലും ഈ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ആ ക്രൂശിന്റെ വചനത്തിൽ നമുക്ക് ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ പ്രത്യാശയിൽ മാത്രം ഉന്നം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കുന്ന അനുസരിച്ച് തൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.